ഹലോ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ നമുക്ക് ഉമ്മാടെ പെരുന്നാളാണ്. ഉമ്മാടെ പെരുന്നാൾ എന്ന് പറയുമ്പോൾ ബർത്ത്ഡേ അങ്ങനത്തെ ഒന്നുമല്ല. നമുക്ക് മുസ്ലിംസിന് എന്തായാലും അറിയാം, നമ്മുടെ ആറോമ്പ് കഴിഞ്ഞിട്ടുള്ളൊരു പെരുന്നാളാണ്. അപ്പോൾ അതിൻ്റെ എന്താ പറയുക വിശേഷങ്ങളായിട്ടാണ് വന്നിരിക്കണം. അപ്പോൾ ഉമ്മാടെ പെരുന്നാളായതുകൊണ്ട് ഇന്ന് കുറച്ച് ബിരിയാണി വെക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ആ ഒരു ബിരിയാണി വെക്കണ ഒരു ഇത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ്. അല്ലാണ്ട് വേറെ വലിയ വിശേഷങ്ങളൊന്നുമില്ല. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ എന്താണെന്ന് വെച്ചാൽ കാണാം കേട്ടോ. ഈ ചിക്കനൊന്ന് കഴുകിയിട്ട് എടുക്കട്ടെ കേട്ടോ, എന്നിട്ട് നമുക്ക് അടുത്ത പണികൾ നോക്കാം. അപ്പോൾ ചിക്കനൊക്കെ കഴുകി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് സബോള ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാണ്ട്. അപ്പോൾ ഇതിപ്പോൾ മസാല ഇടാനുണ്ട്, പൊരിച്ചിട്ടാണ് വെക്കണത്. പിന്നെ അതിലേക്ക് കുറച്ച് സാധനങ്ങളോടെ വേണം. അപ്പം കടയിൽ പോകാൻ വേണ്ടി നിൽക്കുക. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേണം ഇതൊന്ന് മസാല ഇട്ടിട്ട് പൊരിക്കാനുള്ള ആക്കിയിട്ട് വെക്കാൻ. അപ്പോഴേക്ക് നമുക്കിതൊന്ന് സബോള ഒന്ന് ഇതാക്കിയിട്ടെടുക്കാം. സബോള വറുത്തെടുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അവിടെ കുറച്ച് വറുത്തത് ഉണ്ടായിരുന്നത്, ഇത് കുറച്ചുകൂടെ ഉണ്ട് വറുക്കാൻ. അതൊന്ന് വറുത്തെടുക്കാം. അതേ മഞ്ഞൾപ്പൊടി, മുളകും പൊടി, പിന്നെ ഗരം മസാലപ്പൊടി, ഉപ്പൊക്കെ ഇട്ടിട്ട് ചിക്കൻ പൊരിക്കാൻ വേണ്ടിയിട്ടൊന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് ഇടണം, അത് അടിച്ചെടുത്തിട്ടുമുണ്ട്. അപ്പോൾ അതും ഇടാണ്ട്. അതേ മസാല ഒക്കെ കുഴച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൽ ഞാൻ സബോള വറുത്തതും ഇട്ടിട്ടുണ്ട്. ഒന്ന് ടേസ്റ്റൊക്കെ എങ്ങനെ ഉണ്ടാവുന്നൊന്ന് നോക്കാം. എല്ലാം ഒരു പരീക്ഷണങ്ങളാണ്. ചിക്കനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്ത പണികൾ ഇത് കഴിഞ്ഞിട്ടുള്ളത് നോക്കാം. ഇത് ചോറിലേക്കുള്ളതാണ് കേട്ടോ. നെയ്ച്ചോറ് പോലെ വെച്ചിട്ട് അങ്ങനെ ദമ്മിടാനാണ്. അപ്പോൾ ചിക്കൻ പൊരിക്കലൊക്കെ കഴിഞ്ഞിട്ടതാ സബോള വറുത്തെടുത്തിട്ടുണ്ട്. ഞാൻ ചിക്കൻ പൊരിച്ച വെളിച്ചെണ്ണയിട്ട് ഓയിലായിട്ട് നമുക്ക് മസാല ഉണ്ടാക്കണം. അപ്പം ഉണ്ടാക്കട്ടെ. കുറച്ച് ജീരകം ഇടുന്നുണ്ട്. ഇനി ഇത് സബോള ഇട്ടിട്ടുണ്ട് കേട്ടോ, അതൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ചോറായിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ അടപ്പത്ത് ഇനി മസാല ഉണ്ടാക്കാൻ വിചാരിച്ചു. ഗ്യാസൊക്കെ ഓഫ് ചെയ്ത് ഇതുമ്പോൾ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇത് തക്കാളി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി അതൊന്ന് വഴറ്റിയിട്ട് വേണം നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചതൊന്നും ഇടാണ്ട്. ഇഞ്ചി വെളുത്തുള്ളി ചതക്കുമ്പോൾ ഞാൻ കുറച്ച് മല്ലിയില ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പൊടി, മുളകും പൊടി, മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി, പിന്നെ ചിക്കൻ മസാല, ഇതൊക്കെ കൂടി ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ അതൊക്കെ കുറച്ച് വേപ്പിലിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിൽ കുറച്ച് സബോള വറുത്തത് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇത് ചിക്കൻ ഇട്ടിട്ടുണ്ട്. ഞാൻ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാനുള്ളൂ കേട്ടോ. എന്നിട്ടൊന്ന് ദമ്മിടാം. അതേ മസാല ഒക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ചോറൊന്ന് സൈഡിലേക്ക് നീക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ ഇട്ട് കൊടുക്കാം. അതാ ഒരു സൈഡിലേക്ക് ഇട്ടുണ്ട് കേട്ടോ. ഇനി ഇത് എടുത്തിട്ട് ഇപ്പുറത്തേക്ക് ആക്കട്ടെ. എന്നിട്ട് ഇപ്പുറത്തേക്ക് ഒന്ന് പരത്തണം. കുറച്ച് പുതിന ഇടുന്നുണ്ട്, കുറച്ച് മല്ലിയില ഇടുന്നുണ്ട് കേട്ടോ. ഇനി വറുത്ത ഉള്ളി ഇടുന്നുണ്ട്. മുന്തിരിയൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി കുറച്ച് ആർക്കേജ് വെച്ച് കൊടുക്കാം. ദമ്മിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. വെയിറ്റുള്ള സാധനമൊക്കെ അതിൻ്റെ മേലെ വെച്ചിട്ടുണ്ട്. ബാക്കി എടുത്തിട്ട് കാണാം. അതായത് ദമ്മൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ, പൊട്ടിച്ചിട്ടുണ്ട്. ഇനി നോക്കട്ടെ. അതേ ചോറൊക്കെ വിളമ്പിയിട്ടുണ്ട് കേട്ടോ. ഞാൻ എനിക്ക് കൊണ്ടുവച്ചു കൊടുത്തിട്ടാണ് വന്നിട്ട് കഴിക്കാൻ. അപ്പോൾ ഞാൻ ചോറിനാൻ പോവേണ്ട. ചോറിന്നിട്ട് വരാം. ചോറിന്നിട്ട് ഇനി കാണാം ബാക്കിയുള്ള വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവരും വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയ ബിരിയാണി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതൊക്കെ ഉണ്ട്. ആരും മോശമായിട്ടൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. അപ്പോൾ എല്ലാവർക്കും അതുപോലെ ഉണ്ടാക്കി നോക്കണമെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കാം. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും അല്ല ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത് കേട്ടോ. പിന്നെന്താ,
അപ്പോൾ ഇവിടെ അളിയൻ്റെ ജ്യേഷ്ഠൻ്റെ കുട്ടികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്കും കൊടുത്തപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ ആ കുഴപ്പമില്ല, ടേസ്റ്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കാം. എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.